നമസ്കാരം. ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. കർണാടകത്തിലെ ചിക്കമംഗ്ലൂരുവിൽ വിനോദസഞ്ചാരത്തിനിടെ മരിച്ച ശ്രീനന്ദയുടെ തലയുടെ വലതുഭാഗത്തേറ്റ ഗുരുതര പരിക്കാണ് മരണകാരണം എന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ശരീരത്തിലുടനീളം പരിക്കുകളുണ്ട്. പലയിടത്തും അസ്ഥികൾ പൊട്ടിയ നിലയിലാണ്. പരിക്കുകൾ വീഴ്ചയിൽ സംഭവിച്ചതാണെന്നും മരണത്തിൽ മറ്റ് അസ്വാഭാവികത ഇല്ലെന്നും പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. അതേസമയം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയ ശ്രീനന്ദയുടെ മൃതദേഹം ഇന്ന് രാവിലെ 9 ഒറ്റപ്പാലം കടമ്പഴിപ്പുറത്തെ വീട്ടിലെത്തിക്കും. രാവിലെ 10 മണി വരെ പൊതുദർശനമുണ്ടാകും. 10:30 സംസ്കാര ചടങ്ങുകൾ നടത്തും. വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം ലക്കിടി തിരുവില്ലാമല ഐവർ മഠത്തിലാണ് ശ്രീനന്ദയുടെ മൃതദേഹം സംസ്കരിക്കുക. കുട്ടിയെ കാണാതായ മാണിക്യധാര വെള്ളച്ചാട്ടത്തിന് 1500 അടി താഴെ നിന്നാണ് മൃതദേഹം ലഭിച്ചത്. തേർമൽ ഡ്രോണിന്റെ മോണിറ്ററിൽ ശ്രീനന്ദയുടെ മൃതദേഹം പതിഞ്ഞു. ഏറെ പണിപ്പെട്ടാണ് മൃതദേഹം കണ്ടെത്തിയ ഭാഗത്തേക്ക് ഉദ്യോഗസ്ഥർ എത്തിയത്. കർണാടക പോലീസിന്റെ സോക്കോ ടീമും ഫോറൻസിക് വിദഗ്ധരും മൃതദേഹം കണ്ടെത്തിയ ഭാഗത്ത് പരിശോധന നടത്തി. ശ്രീനന്ദയുടെ അച്ഛന്റെ സാന്നിധ്യത്തിലായിരുന്നു പരിശോധന. അതേസമയം ശ്രീനന്ദയുടെ മൃതദേഹം എങ്ങനെ ഇവിടെ എത്തിയെന്ന് സംബന്ധിച്ച് ദുരൂഹത തുടരുകയാണ്. അബദ്ധത്തിൽ ശ്രീനന്ദ ഇവിടേക്ക് വീഴാൻ ഒരു സാധ്യതയില്ലെന്നാണ് കുടുംബം വ്യക്തമാക്കുന്നത്. ആരെങ്കിലും അപായപ്പെടുത്തി ഈ പ്രദേശത്ത് കൊണ്ടുവന്നിട്ടതാകാമെന്നാണ് കുടുംബത്തിന്റെ ആരോപണം പരിശോധിക്കുമെന്നും ഒരു സാധ്യതയും തള്ളിക്കളയില്ലെന്നും ചിക്കമംഗ്ലൂർ ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കി. ചെങ്കുത്തായ മലയുടെ ഉള്ളിലേക്കുള്ള ഒരു ഭാഗത്തായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. ജീവിതത്തിൽ തനിക്ക് ഏറെ പ്രിയപ്പെട്ടതായിട്ടും ഉപേക്ഷിക്കേണ്ടി വന്നൊരു ശീലത്തെക്കുറിച്ച് പറഞ്ഞുള്ള മമ്മൂട്ടിയുടെ അഭിമുഖം വീണ്ടും ചർച്ചയായിരിക്കുകയാണ്. ചില കാര്യങ്ങൾ വേണ്ടെന്ന് വെക്കാൻ ഒരു വിൽ പവർ വേണം. അതിനൊരു ശക്തിയുണ്ട്. നേട്ടങ്ങളെക്കാളും ഉപേക്ഷിക്കലാണ് വേണ്ടി വരിക. അങ്ങനെ ഒരു ഫിലോസഫിയുണ്ട്. എനിക്കിഷ്ടപ്പെട്ട തള്ളിക്കളഞ്ഞ ഒരു കാര്യം എൻ്റെ പുകവലി ശീലമാണ്. ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായിട്ടല്ല, അത് നല്ലതല്ലെന്ന് തോന്നി. അങ്ങനെ വേണ്ടെന്ന് വെച്ചതാണ്. ഗ്ലാമറിനെ ബാധിക്കുന്നത് മാത്രമല്ലല്ലോ, ഞാൻ സിഗരറ്റ് വലിക്കുന്നത് മറ്റുള്ളവരെയും സ്വാധീനിക്കുന്നുണ്ട്. അങ്ങനെയാണ് അത് ഉപേക്ഷിച്ചതെന്നും അദ്ദേഹം പറയുന്നു. കോഴിക്കോട് ബസ് നന്നാക്കുന്നതിനിടെ ജാക്കി തെന്നി വീണ് യുവാവിന് ദാരുണാന്ത്യം. കായംകുളം പട്ടോളി മാർക്കറ്റ് മീനത്തേൽ പുതുവൽ പ്രകാശിന്റെയും ലതികയുടെയും മകൻ ഗിരിപ്രകാശാണ് മരിച്ചത്. 23 വയസ്സായിരുന്നു. ഉച്ചയ്ക്ക് 12:15 സരോവരം ഗ്രൗണ്ടിലാണ് അപകടം നടക്കുന്നത്. കോഴിക്കോട് ദേവാല റൂട്ടിലോടുന്ന CWMS എന്ന ബസിന്റെ അറ്റകുറ്റപ്പണിക്കിടെയാണ് അപകടം. ബസിന്റെ അറ്റകുറ്റപ്പണിക്കായാണ് ഗിരിപ്രകാശും കൂടെ അശ്വിനും എത്തിയത്. ബസിൽ ജാക്കി വെച്ച് ഉയർത്തി അറ്റകുറ്റപ്പണിക്കായി ഇവർ മണ്ണിൽ കിടന്ന് പണിയെടുക്കുകയായിരുന്നു. തുടർന്നാണ് ജാക്കി സ്ഥാനം തെറ്റി വീണ് ബസിന്റെ അടിഭാഗം ഇരുവരുടെയും മുകളിലേക്ക് പതിച്ചത്. ഗിരിപ്രകാശിന്റെ നെഞ്ചിന്റെ ഭാഗത്തേക്കും മറുഭാഗത്തുണ്ടായിരുന്ന കണ്ണൂർ സ്വദേശി അശ്വിന്റെ കാലിന് മുകളിലേക്കുമാണ് ബസ് വീണത്. ഫയർഫോഴ്സ് എത്തി ഹൈഡ്രോളിക് റെസ്ക്യൂ ഉപകരണം ഉപയോഗിച്ച് ബസ് ഉയർത്തിയാണ് ഗിരിപ്രസാദിനെ പുറത്തെടുത്തത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. കോട്ടയം CMS കോളേജിലെ 2ാം വർഷ ബിരുദ വിദ്യാർത്ഥി വീട്ടിൽ കുളിക്കുന്നതിനിടെ ഇടിമിന്നലേറ്റ് മരിച്ചു. കൊരട്ടിപ്പറമ്പിൽ മുഹമ്മദ് സെയ്ഫാണ് മരിച്ചത്. ഉടൻ തന്നെ സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ശനിയാഴ്ച കോട്ടയം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഖബറടക്കം നടത്തും. കണ്ണൂർ പയ്യന്നൂരിൽ റീപോളിംഗ് വേണമെന്ന് UDF. വ്യാജമായതും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശത്തിന് വിരുദ്ധമായതുമായ തിരിച്ചറിയൽ രേഖ ഉപയോഗിച്ച് പയ്യന്നൂർ നിയോജക മണ്ഡലത്തിൽ 25% കൂടുതൽ വോട്ടിംഗ് നടന്നെന്ന് UDF ആരോപിച്ചു. തെരഞ്ഞെടുപ്പ് അട്ടിമറിയുടെ ഭാഗമായാണ് ഇത്. ഇത്തരം രേഖകൾ ഉപയോഗിച്ച് വോട്ടെടുപ്പ് നടന്ന 6, 16, 19, 142 എന്നീ ബൂത്തുകളിൽ റീപോളിംഗ് നടത്തണമെന്നാണ് ആവശ്യം. ചീഫ് ഇലക്ഷൻ ഏജന്റ് രഞ്ജിത്ത് നാറാത്ത് റിട്ടേണിംഗ് ഓഫീസറോടാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. സംസ്ഥാനത്ത് പരക്കെ വേനൽ മഴ തുടരും. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ നേരിയ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ട്. അതേസമയം വിവിധ ജില്ലകളിൽ ചൂടിന്റെ കാഠിന്യവും കൂടുകയാണ്. പാലക്കാട് 40.1 ഡിഗ്രി ഇന്നലെ രേഖപ്പെടുത്തി. ഈ സീസണിൽ രേഖപ്പെടുത്തിയ ഉയർന്ന താപനിലയാണിത്. പുനലൂരിൽ 39.8 താപനില ഉയർന്നു. KSRTC ബസ് തടഞ്ഞ് ബൈക്ക് യാത്രക്കാരായ 2 അംഗ സംഘം ഡ്രൈവറെ ക്രൂരമായി മർദ്ദിച്ചു. ഹെൽമറ്റ് കൊണ്ടുള്ള അടിയേറ്റ് ഡ്രൈവറുടെ കണ്ണിനും കഴുത്തിനും സാരമായ പരിക്കേറ്റു. അടൂർ ഡിപ്പോയിലെ ഡ്രൈവർ കായംകുളം സ്വദേശി M ശ്യാംകുമാറിനാണ് മർദ്ദനമേറ്റത്. അക്രമികളെ തടയാൻ ശ്രമിച്ച കണ്ടക്ടർ കൊല്ലം ശാസ്താംകോട്ട സ്വദേശി പ്രവീണിനും പരിക്കേറ്റു. ഇരുവരെയും കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ ഉച്ചയ്ക്ക് 2:15 ആലുവയ്ക്കടുത്ത് കുട്ടമശ്ശേരിയിലായിരുന്നു സംഭവം. ഉദ്ഘാടന ദിവസം തിയേറ്ററിൽ തീപിടുത്തം. പിറവത്ത് ആശീർവാദ് സിനിമ കോംപ്ലക്സിലാണ് തീപിടുത്തമുണ്ടായത്. സിനിമ പ്രദർശനം നടക്കുമ്പോഴാണ് തിയേറ്ററിൽ നിന്നും പുക ഉയർന്നത്. കാണികൾ പരിഭ്രാന്തരായി പുറത്തേക്കിറങ്ങി ഓടി. പിന്നാലെ തിയേറ്ററിലെ സിനിമാ പ്രദർശനം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വധിക്കാൻ പദ്ധതിയിട്ട സംഘത്തിലെ 3 പേർ ബീഹാറിൽ പിടിയിൽ. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ നീക്കത്തിലാണ് പ്രതികൾ പിടിയിലായത്. ബക്സർ ജില്ലയിലെ സിംറി പ്രദേശത്ത് നടത്തിയ റെയ്ഡിൽ കേസിലെ പ്രധാന പ്രതി അമൻ തിവാരി പിടിയിലായി.
ഇയാളെ ചോദ്യം ചെയ്തതോടെ മറ്റു 2 പ്രതികളുടെ വിവരങ്ങൾ ലഭിക്കുകയും അറസ്റ്റിലേക്ക് നീങ്ങുകയുമായിരുന്നു. കേസിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുകയാണെന്നും പോലീസ് പറഞ്ഞു. പദ്ധതി നടപ്പിലാക്കാൻ പ്രതികൾ സമയപരിധി നിശ്ചയിക്കുകയും വിദേശ രഹസ്യാന്വേഷണ ഏജൻസികളിൽ നിന്ന് പണം തേടിയതായും വിവരമുണ്ട്. പ്രജ്ഞാനന്ദയും ദിവ്യ ദേശ്മുഖും നിരാശപ്പെടുത്തിയ കാൻഡിഡേറ്റ് ടൂർണമെന്റിൽ ഇന്ത്യയുടെ വൈശാലി കുതിക്കുന്നു. 10 റൗണ്ടുകൾ പിന്നിട്ടപ്പോൾ പ്രജ്ഞാനന്ദയുടെ ചേച്ചിയായ വൈശാലി 6 പോയിന്റോടെ 1ാം സ്ഥാനത്ത് നിൽക്കുന്നു. 9ാം റൗണ്ടിൽ ഇന്ത്യയുടെ ദിവ്യ ദേശ്മുഖിനെതിരെ ഉജ്ജ്വല വിജയം നേടി വൈശാലി 10ാം റൗണ്ടിൽ കറുത്ത കരുക്കൾ കൊണ്ട് കളിച്ച് അന്ന മ്യൂസിച്ചുക്കിനെ സമനിലയിൽ തളച്ചു. ദിവ്യ ദേശ്മുഖിനെതിരായ മത്സരത്തിൽ തന്റെ തേരിനെ ബലികെടുത്തുകൊണ്ട് വിജയം കൊയ്ത വൈശാലിയുടെ പ്രകടനം ഏറെ പ്രശംസ പിടിച്ചുപറ്റി. അതേസമയം പ്രജ്ഞാനന്ദയ്ക്ക് കിരീട സാധ്യത നഷ്ടപ്പെട്ടു. തുടർച്ചയായ തോൽവികൾ പ്രജ്ഞാനന്ദയെ പിറകോട്ടടുപ്പിച്ചു. ഒടുവിൽ ഡച്ച് താരം അനീഷ് ഗിരിയോടും ഉസ്ബെക് താരം ജവോഖിർ സിൻഡോറോവിനോടും പ്രജ്ഞാനന്ദ തോറ്റിരുന്നു. ഇന്ത്യൻ സുരക്ഷാ ഏജൻസികൾക്ക് ഒരു പ്രധാന വഴിത്തിരിവായി മോസ്റ്റ് വാണ്ടഡ് ഗുണ്ടാ സംഘം സാഹിൽ ചൗഹാനെ തായ്ലൻഡിൽ നിന്ന് നാടുകടത്തിയ ശേഷം ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നു. ചൗഹാൻ ഇന്ത്യയിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തുമെന്നും ശനിയാഴ്ച ലാൻഡ് ചെയ്ത ഉടൻ ഹരിയാന സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. സംഘടിത കുറ്റകൃത്യങ്ങളിലെ കുപ്രസിദ്ധനായ ചൗഹാനെ നിരവധി കേസുകളിൽ ദേശീയ അന്വേഷണ ഏജൻസി NIA അന്വേഷിക്കുന്നുണ്ട്. നിലവിൽ ഹരിയാന ജയിലിൽ കഴിയുന്ന കൗശൽ ചൗധരിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിലെ പ്രധാന അംഗമാണ് ഇയാൾ. മഹാരാഷ്ട്രയിലെ നാസിക്കിലുള്ള ഒരു ബഹുരാഷ്ട്ര IT കമ്പനി പോലീസ് അന്വേഷണത്തിലാണ്. മതപരിവർത്തന റാക്കറ്റ് നടത്തിയതിന് 7 ടീം ലീഡേഴ്സ് അറസ്റ്റിലായി. ഇവർ വനിതാ സഹപ്രവർത്തകരെ ലൈംഗികമായി ചൂഷണം ചെയ്യുകയും ഹിന്ദു ജീവനക്കാരെ മതപരമായ ആചാരങ്ങൾ സ്വീകരിക്കാൻ നിർബന്ധിക്കുകയും ചെയ്തു എന്നാണ് FIR. ആസിഫ് അൻസാരി, ഷഫി ഷെയ്ഖ്, ഷാറൂഖ് ഖുറേഷി, റാസ മേമൻ, തൗസിഫ് അത്തർ, ഡാനിഷ് ഷെയ്ഖ് എന്നിവരാണ് അറസ്റ്റിലായത്. കമ്പനിയിൽ സൂപ്പർവൈസറി പദവികൾ വഹിച്ചിരുന്നവരും ജൂനിയർ സ്റ്റാഫിനെ കൈകാര്യം ചെയ്യുന്നതിനുള്ള ഉത്തരവാദിത്തമുള്ളവരുമായിരുന്നു ഇവർ. 8 സ്ത്രീകളും ഒരു പുരുഷ സ്റ്റാഫ് അംഗവും ഉൾപ്പെടെയുള്ള ജീവനക്കാർ നൽകിയ നിരവധി പരാതികളുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് നടന്നതെന്ന് പോലീസ് പറഞ്ഞു. ജോലിസ്ഥലത്ത് പീഡനം, കൃത്രിമത്വം, മതപരമായ ആചാരങ്ങളിൽ ഏർപ്പെടാൻ നിർബന്ധിക്കാൻ ശ്രമം എന്നിവ ആരോപിച്ചായിരുന്നു ഇത്. കൂടാതെ കമ്പനിയുടെ HR ഓഫീസർമാർക്ക് സിറ്റി പോലീസ് നോട്ടീസ് നൽകി. കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരു യുവതിയുടെ മാതാപിതാക്കൾ മകളുടെ പെരുമാറ്റത്തിൽ പെട്ടെന്നുണ്ടായ മാറ്റത്തെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ച് പോലീസിനെ സമീപിച്ചതിനെ തുടർന്നാണ് കേസ് ആദ്യം പുറത്തു വന്നത്. പരാതി പ്രകാരം അവൾ ബുർഖ ധരിച്ച് റംസാൻ വ്രതം അനുഷ്ഠിക്കാൻ തുടങ്ങിയിരുന്നു. ഇത് അവരുടെ കുടുംബത്തെ പരിഭ്രാന്തരാക്കി. പോലീസ് ഇടപെടൽ തേടാൻ പ്രേരിപ്പിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥർ ഇക്കാര്യം പരിശോധിക്കാൻ തുടങ്ങിയതോടെ മറ്റ് നിരവധി ജീവനക്കാർ ആരോപണങ്ങളുമായി രംഗത്തെത്തി. കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ 9 ക്രിമിനൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് അധികൃതർ പറയുന്നു. വീട്ടിൽ നിന്ന് സംശയാസ്പദമായ രീതിയിൽ പണം കണ്ടെത്തിയ സംഭവത്തെ തുടർന്ന് പാർലമെന്റിൽ പുറത്താക്കൽ നടപടി നേരിടുന്നതിനിടെ അലഹബാദ് ഹൈക്കോടതിയിലെ ജസ്റ്റിസ് യശ്വന്ത് വർമ്മ രാജിവെച്ചു. അഗാധ വേദനയോടെയാണ് രാജിയെന്നും വ്യാഴാഴ്ച രാഷ്ട്രപതിക്ക് അയച്ച കത്തിൽ ജസ്റ്റിസ് വർമ്മ പറഞ്ഞു. രാജിവെച്ചതോടെ പാർലമെന്റിലെ പുറത്താക്കൽ നടപടികൾ ഒഴിവായി. എന്നാൽ ജസ്റ്റിസ് വർമ്മയ്ക്കെതിരെ ക്രിമിനൽ നടപടികൾ സ്വീകരിക്കുന്നതിന് തടസ്സമുണ്ടാകില്ല. ഹൈക്കോടതി ജഡ്ജി എന്ന നിലയിലുള്ള പരിരക്ഷ ഇല്ലാതായതോടെ അറസ്റ്റ് നടപടികൾക്ക് പോലും തടസ്സമില്ലാതായി. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ വീട്ടിലുണ്ടായ തീപിടുത്തത്തിൽ പ്രധാനമായും 3 കാര്യത്തിലാണ് സുപ്രീം കോടതി വ്യക്തത തേടിയത്. പണം എവിടെ നിന്ന് വന്നു, പണത്തിന്റെ ഉറവിടം, സംഭവം നടന്ന ശേഷം ആരാണ് കത്തിക്കരിഞ്ഞ പണം ഉൾപ്പെടെ നീക്കിയത്. സുപ്രീം കോടതി നിയോഗിച്ച ആഭ്യന്തര അന്വേഷണ സമിതി നോട്ടുകെട്ടുകൾ കണ്ടെത്തിയത് സ്ഥിരീകരിച്ചതോടെ പുറത്താക്കൽ നടപടിക്ക് തുടക്കമായിരുന്നു. PUC പരീക്ഷയിൽ തോറ്റതിനെ തുടർന്ന് വിദ്യാർത്ഥിനിയെ ബംഗളൂരു ഹെബ്ബാളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ഹെബ്ബാളിലെ മനോരായണ പാളയിലെ തനുശ്രീയെയാണ് വീട്ടിനകത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 17 വയസ്സായിരുന്നു. 3 മണിയോടെ സംഭവം നടന്നതെന്ന് റിപ്പോർട്ടുണ്ട്. എന്നാൽ പോലീസിനെ വിവരം അറിയിച്ചത് രാത്രി 10ഓടെയാണ്. ഇതോടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ആരോപിച്ച് തനുശ്രീയുടെ പിതാവിന്റെ വീട്ടുകാർ രംഗത്തെത്തി. രാത്രി 10 മണിക്കാണ് അമ്മയും 4 പേരും ചേർന്ന് തനുശ്രീയെ കയറിൽ നിന്ന് താഴെയിറക്കി ബന്ധുക്കളെ വിവരം അറിയിച്ചത്. എന്നാൽ വെള്ളിയാഴ്ച വന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരണം നടന്നത് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെയാണെന്നാണ്. ഇതോടെ ദുരൂഹതയുണ്ടെന്ന് ആരോപിച്ച് ബന്ധുക്കൾ രംഗത്തെത്തിയത്. സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് ഹെബ്ബാൾ പോലീസ് വിശദമായ അന്വേഷണം തുടങ്ങി. ചരിത്രം കുറിച്ച് ആർട്ടിമിസ് 2 സംഘം ഭൂമിയിലേക്ക് തിരിച്ചെത്തി. ചന്ദ്രനെ ചുറ്റിയ പേടകം ഇന്ത്യൻ സമയം പുലർച്ചെ 5:07 ഭൗമാന്തരീക്ഷത്തിൽ പ്രവേശിച്ചത്. 5:37 സാന്റിയാഗോ തീരത്തോട് ചേർന്ന് ശാന്തസമുദ്രത്തിൽ സ്പ്ലാഷ് ഡൗൺ നടന്നു. 54 വർഷത്തിന് ശേഷമാണ് മനുഷ്യർ ചന്ദ്രന്റെ മറുപുറം കണ്ട് തിരിച്ചെത്തിയിരിക്കുന്നത്. ഭൂമിയിൽ നിന്ന് കാണാൻ കഴിയാത്ത ചന്ദ്രന്റെ വശം കണ്ടാണ് ഓറിയോൺ പേടകം ചന്ദ്രനെ ചുറ്റി വന്നത്. 4:15 ചന്ദ്രന്റെ പിന്നിലേക്ക് പോയ പേടകവുമായി 40 മിനിറ്റോളം ഭൂമിയിൽ നിന്നുള്ള ബന്ധമില്ലാതായിരുന്നു. അമേരിക്കൻ സൈന്യത്തിന്റെ വിലയേറിയ ഡ്രോണുകളിലൊന്ന് കാണാനില്ലെന്ന് റിപ്പോർട്ട്.
MQ-4C ടൈറ്റൺ എന്ന നിരീക്ഷണ ഡ്രോണാണ് അപ്രത്യക്ഷമായിരിക്കുന്നത്. ഇറാനിലെ ആക്രമണങ്ങളിൽ വെടിനിർത്തലിന് ധാരണയായതിന് തൊട്ടു പിന്നാലെയാണ് ഹോർമുസിൽ നിന്ന് ഡ്രോൺ കാണാതായിരിക്കുന്നത്. റഡാർ സംവിധാനങ്ങളിൽ നിന്നുള്ള വിവരമനുസരിച്ച് താഴേക്ക് പതിക്കുന്നതിന് മുമ്പ് ഒരു അടിയന്തര കോഡ് ഡ്രോണിൽ നിന്ന് ലഭിച്ചിരുന്നു. അടിയന്തര കോഡ് പുറപ്പെടുവിച്ചതിന് പിന്നാലെ ഡ്രോൺ ട്രാക്കിംഗിൽ നിന്ന് കാണാതാവുകയും ചെയ്തു. പേർഷ്യൻ ഗൾഫിനും കടലിടുക്കിനും മുകളിലായി ഏകദേശം 3 മണിക്കൂർ നിരീക്ഷണം പൂർത്തിയാക്കിയ ഡ്രോൺ ഇറ്റലിയിലെ നാവിക എയർ സ്റ്റേഷനായ സിഗനല്ലിയിലേക്ക് മടങ്ങുകയായിരുന്നു. യന്ത്രത്തകരാർ മൂലമാണോ അതോ വെടിവെച്ചിട്ടതാണോ എന്നതിനെക്കുറിച്ച് ഇനിയും വ്യക്തതയില്ലെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാക്കർ ഖാലിബാഫിന്റെ നേതൃത്വത്തിലുള്ള ഇറാനിയൻ ചർച്ചാ പ്രതിനിധി സംഘം അമേരിക്കയുമായുള്ള സമാധാന ചർച്ചകൾക്കായി വെള്ളിയാഴ്ച ഇസ്ലാമാബാദിൽ എത്തിയതായി ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സംഘർഷം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളിൽ നിർണായകമായ ഒരു നയതന്ത്ര ഘട്ടത്തിന്റെ തുടക്കത്തിന്റെ സൂചനയാണിത്. ഔപചാരിക ചർച്ചകൾ ആരംഭിക്കുന്നതിന് മുമ്പ് ചില നടപടികൾ പാലിക്കണമെന്ന് ടെഹ്റാൻ ആവർത്തിച്ച് ഊന്നി പറഞ്ഞിട്ടുണ്ട്. ഇതിൽ പ്രാദേശിക സുരക്ഷയുമായും സാമ്പത്തിക നിയന്ത്രണങ്ങളുമായും ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉൾപ്പെടുന്നു. ന്യൂസ് ഡെസ്ക് ജന്മഭൂമി.